ഗ്രൂപ്പ് 18 എലമെന്റ്സ്, അതായത് നോബിൾ ഗ്യാസ് ഫാമിലി അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എലമെന്റ്സിനെയാണ് നമ്മൾ 18th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. 18 ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ ഇനേർട്ട് ഗ്യാസസ് ആണ്, അപ്പൊ അല്ലെങ്കിൽ അത് നോബിൾ ഗ്യാസസ് ആണ്. അതിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് ഹീലിയം തുടങ്ങി ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഇത്രയും എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ 18th ഗ്രൂപ്പ് എലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. 18th ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്ന ഒന്നാമത്തെ മെമ്പർ ഹീലിയം. അതായത് കൊമേഴ്ഷ്യൽ സോഴ്സ്, നാച്ചുറൽ ഗ്യാസ് ഈസ് ദി കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് ഹീലിയം. ഹീലിയം ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസിലാണ്. LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന നാച്ചുറൽ ഗ്യാസിലാണ് ഹീലിയം ഏറ്റവും കൂടുതലുള്ളത്. റാഡോൺ, അതിൽ ഏറ്റവും അവസാനത്തെ നമ്പർ ആയിട്ടുള്ള റാഡോൺ ഈസ് ഒബ്റ്റൈൻഡ് ആസ് ഡീകേ പ്രോഡക്റ്റ് ഓഫ് റേഡിയം 226. റേഡിയം 226ന്റെ ഡീകേ പ്രോഡക്റ്റ്, റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് റാഡോൺ ആണ്. ഇതിന് രണ്ടിന്റെ സോഴ്സുകളാണ് ഗ്രൂപ്പ് 18 എലമെന്റിൽപ്പെട്ട രണ്ട് എലമെന്റിന്റെ സോഴ്സുകളാണ് നമ്മൾ പറയുന്നത്. ഗ്രൂപ്പ് 18 എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്, ഓർമ്മപ്പെടുത്താന്നുള്ളൂ. വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP6 ആണ്. ഹീലിയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ 8 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. NS2 NP6 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. ഗ്രൂപ്പ് 18 എലമെന്റ്സിന്റെ അറ്റോമിക് ആൻഡ് അറ്റോമിക് പ്രോപ്പർട്ടീസിൽ ആദ്യം വരുന്നതാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്. നമുക്കറിയാം, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഷെല്ലിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് ഗ്രൂപ്പിൽ ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുന്നു. അടുത്തൊന്നാണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി have very high ionization enthalpy due to completely filled orbitals. Ionization enthalpy decreases down the group. നമുക്കറിയാം 18ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലത്തെ അറ്റത്താണ്. അതേപോലെ തന്നെ അതിന്റെ വേറൊരു പ്രത്യേകത NS2 NP6 എന്നുള്ള ഫുള്ളി ഫീൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് ആണ് 18th ഗ്രൂപ്പ് എലമെന്റ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ലോസ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പൊതുവെ എല്ലാത്തിന്റെയും അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. പക്ഷെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരും. അതിനുള്ള റീസൺ അറ്റോമിക് സൈസ് കൂടുന്നതാണ്. ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഹാവ് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കോസ് ദേ ഹാവ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലാർജ് പോസിറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് ഉള്ളത്. അതിനുള്ള കാരണം ഫുള്ളി ഫിൽഡ് എസ് ഓർബിറ്റലും പി ഓർബിറ്റലും അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി ഇത്രയും സ്റ്റേബിൾ കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. 18th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് പോലുള്ള ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഗ്രൂപ്പ് 18th എലമെന്റിന്റെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതില് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഓൺലി ഇന്റർ അറ്റോമിക് ആൻഡ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ്. അവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഗ്രൂപ്പ് 18 എലമെന്റിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതിനുള്ള കാരണം അവിടെ ഇന്റർ അറ്റോമിക് ഫോഴ്സ്, അതേപോലെ വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ്, വളരെ കുറഞ്ഞ ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടെസ്റ്റ്ലെസ് ആണ്. ഈ ഗ്യാസസ് ഒക്കെ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് 18ാം ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. അതേപോലെ സ്പെയറിംഗ്ലി പാർഷ്യലി സോളുബിൾ ആണ് വാട്ടർ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് 18th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ. അതിൽ നമ്മൾ പറയുന്ന കാരണം ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കുറവായിരിക്കും, റിയാക്ടിവിറ്റി കുറവാണ്. ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് റിയാക്ടിവിറ്റി കുറവായിരിക്കും. കോമ്പൗണ്ട്സ് ഓഫ് സിനോൺ ആൻഡ് ഫ്ലൂറൈഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അതിന്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത്. സിനോൺ പ്ലസ് F2 ഫ്ലോറിനുമായിട്ട് 670 കെൽവിനിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ XeF2 കിട്ടും. XeF2 പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ദി ഇന്ററാക്ഷൻ ഓഫ് XeF4. ഒരു റിയാക്ഷൻ ഇതാണ്, മറ്റൊന്ന് XeF4ഉം അതേപോലെ O2F2 കൂടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XeF2 കിട്ടും. മറ്റൊരു റിയാക്ഷൻ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള പിന്നെ മറ്റൊരു റിയാക്ഷൻ സിനോൺ ടെട്രാഫ്ലൂറൈഡ് XeF4 O2F2വുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനോൺ ഹെക്സാഫ്ലൂറൈഡും ഓക്സിജനും കിട്ടും. അതേപോലെ XeF2 ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനോണും കിട്ടും, ഹൈഡ്രജൻ ഫ്ലൂറൈഡും കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ സിനോണും ഫ്ലൂറൈഡും ഉൾപ്പെടുന്ന കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ്. അടുത്ത് കോമ്പൗണ്ട്സ് ഓഫ് സിനോൺ ആൻഡ് ഓക്സിജൻ ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് സിനോൺ ടെട്രാഫ്ലൂറൈഡ് ആൻഡ് സിനോൺ ഹെക്സാഫ്ലൂറൈഡ്. അവിടെ സിനോൺ ടെട്രാഫ്ലൂറൈഡിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ H2O-ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിനോൺ കിട്ടും പ്ലസ് XeO3 പ്ലസ് 4HF പ്ലസ് 3O2 ആണ് പ്രോഡക്റ്റ് കിട്ടുക.
സിനോൺ ഹെക്സാഫ്ലൂറൈഡുമായിട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ XeO3 പ്ലസ് 6HF ആണ് കിട്ടുക. ഇപ്പൊ രണ്ടും ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ്. സിനോൺ ടെട്രാഫ്ലൂറൈഡിന്റെയും സിനോൺ ഹെക്സാഫ്ലൂറൈഡിന്റെയും ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ട് സ്ഥലത്തും സിനോൺ ട്രയോക്സൈഡ് കിട്ടുന്നുണ്ട്, XeO3 കിട്ടുന്നുണ്ട്. അതിന്റെ പുറമെ ആദ്യത്തിൽ ടെട്രാഫ്ലൂറൈഡിൽ സിനോൺ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പ് 18th എലമെന്റ്സിന്റെ യൂസസ് ആണ് അത് പറയുന്നത്, അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിൽ ഫില്ലിംഗ് ബലൂൺ ഫോർ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസ്. അതായത് നമ്മളെ കാലാവസ്ഥയും പഠനവുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾക്കുള്ള ഉപയോഗിക്കുന്ന ബലൂണുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആസ് ക്രയോജനിക് ഏജന്റ് ഫോർ ക്യാരിങ് എക്സ്പെരിമെന്റ് അറ്റ് ലോ പ്രഷർ. ലോ പ്രഷറിൽ നടക്കുന്ന എക്സ്പെരിമെന്റില് ക്രയോജനിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ടു പ്രൊഡ്യൂസ് സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് യൂസിങ് ഇൻ NMR ആൻഡ് MRI സിസ്റ്റം. NMR സിസ്റ്റത്തിലും MRI സിസ്റ്റത്തിലൊക്കെ പിന്നെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളാണ് NMR സ്പെക്ട്രോസ്കോപ്പി, MRI സ്പെക്ട്രോസ്കോപ്പി ഒക്കെ, MRI സ്കാനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിലുള്ള മാഗ്നറ്റ് സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ നോബിൾ ഗ്യാസ് യൂസ് ചെയ്യുന്നു. അതേപോലെ ഡയലൂൺ ഫോർ ഓക്സിജൻ ഇൻ ദി മോഡേൺ ഡൈവിംഗ് അപ്പാരറ്റസ് ഡ്യൂ ടു ലോ സോളിബിലിറ്റി ഇൻ ബ്ലഡ്. അതായത് നമ്മുടെ ഓക്സിജന്റെ പിന്നെ ഡൈവിംഗ് അപ്പാരറ്റസിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ മാസ്കുകളിൽ ഓക്സിജൻ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ നോബിൾ ഗ്യാസ് മിക്സ് ചെയ്യുന്നു. അതിനുള്ള കാരണം നോബിൾ ഗ്യാസ് പിന്നെ ബ്ലഡിലുള്ള സോളിബിലിറ്റി കുറവായതുകൊണ്ടാണ്. അതേപോലെ നമുക്കറിയാം നിയോൺ ബൾബുകളൊക്കെ യൂസ്ഡ് ഇൻ ഡെക്കറേറ്റീവ് ബൾബ്സ്, നിയോൺ ബൾബുകൾ പോലെയുള്ള നിയോൺ പോലെയുള്ള ആർഗൺ പോലെയുള്ള വ്യത്യസ്ത കളറിലുള്ള ബൾബുകളുടെ ഡെക്കറേറ്റീവ് ബൾബുകളിൽ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആർഗൺ യൂസ്ഡ് ടു പ്രൊവൈഡ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ടെമ്പറേച്ചർ ഇൻ ആർക്ക് വെൽഡിംഗ് ഓഫ് മെറ്റൽസ് ആൻഡ് മെറ്റൽ അലോയ്സ്. നമുക്കറിയാം സാധാരണ വെൽഡിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ സമയത്ത് സാധാരണ ഈ വെൽഡിംഗ് ചെയ്ത സ്ഥലത്ത് തുരുമ്പ് പിടിക്കും. അപ്പൊ തുരുമ്പ് പിടിക്കാനുള്ള കാരണം അതിന് ആ സറൗണ്ടിങ്സിലുള്ള എയറിലുള്ള ഓക്സിജൻ ഈ മെറ്റലുമായിട്ട് ആ ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ഓക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ആർക്ക് വെൽഡിങ്ങില് ആർക്ക് വെൽഡിങ് നടത്തുന്ന സമയത്ത് ആർഗന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. ആർഗൻ ഗ്യാസിന്റെ പ്രസൻസിൽ വെൽഡ് ചെയ്യും. അപ്പൊ അവിടെ ഓക്സിജൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റസ്റ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് 18th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ യൂസസ്. 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിലെ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങള് ഇത്രയാണ്. പഠിക്കാനുള്ള ഭാഗങ്ങള് നമുക്കറിയാം ഒരു വലിയൊരു ചാപ്റ്ററാണ്. കുറെ അധികം പാഠഭാഗങ്ങളുള്ള അല്ലെങ്കിൽ കുറെ അധികം കണ്ടന്റ് ഉള്ള ഒരു വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസർ ഇതിന്റെ കൂടെ നമ്മള് തരുന്നുണ്ട്. അപ്പൊ അതൊന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് വലിയ ചാപ്റ്ററാണ്, കൂടുതൽ ഏരിയ ഉള്ളതാണെന്നുള്ളതിലേക്ക് മാറ്റി വെക്കേണ്ടതൊന്നുമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് ഈ ചാപ്റ്ററിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.